തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിന് സമീപം നമ്മുടെ കണ്ണാശുപത്രിയുടെ അടുത്തൂടെ കാണുന്ന വഴിയെ ഏകദേശം 400 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഏകദേശം 4,5 സെൻറ്റിൽ നമുക്കൊരു വീടടക്കമാണ്, പൂർണ്ണമായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച ഒരു വീടടക്കമാണ് വിൽപ്പനയ്ക്കുള്ളത്. വീട് വന്നിട്ട് താമസയോഗ്യമായിട്ടുള്ള വീടാണ്, പക്ഷേ ഏകദേശം 20 വർഷത്തോളം പഴക്കമുണ്ട്. നല്ലൊരു പ്രൈസിന്, അതായത് സിറ്റിയുടെ ഏറ്റവും പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാൻ സാധിക്കും. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കണ്ണാശുപത്രിയുടെ സൈഡിലൂടെ കാണുന്ന വഴി താഴെ കുറച്ച് ദൂരം ഇറങ്ങി വരുമ്പം തന്നെ മൂലവിളാകം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷൻ നിന്ന് വീണ്ടും നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇത് ഫസ്റ്റ് കാണുന്ന റൈറ്റ്, അതിനകത്തേക്ക് ഒരു 80 മീറ്റർ വരുമ്പോൾ MRA 192 എന്ന് പറയുന്ന ഈ ഒരു വീട്ട് നമ്പർ നോക്കി വന്നാൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നിലവിൽ ഇതിനകത്ത് വാടകക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്നൊരു വിഷ്വൽ എടുത്തു തരാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ നിലയും മേളത്തെ നിലയും സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളത്തെ നിലയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു എൻട്രൻസ് ഉണ്ട്. അത് വേറൊരു ഫാമിലിക്കും ഇപ്പോൾ താഴത്തെ വേറൊരു ഫാമിലിക്ക് ആ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം നിലവിൽ രണ്ടും ഒരേ ആൾ തന്നെയാണ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. ഇതുപോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ചുറ്റുവട്ടം കിട്ടുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ബാക്കി അടക്കം നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണെന്ന് തന്നെ പറയാം. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്കിതാ ഇവിടെ കവേർഡ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നമുക്കൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും. വീടിനകത്തേക്ക് വരുമ്പോൾ നമുക്കിതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ്, ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം, അതിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരത്തില്ല. അല്ലാണ്ട് നമുക്ക് 2 ബെഡ്റൂംസ്, ഇതാ ഇതൊരു റൂം, ഇത് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതിപ്പോൾ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ കിച്ചൺ കാണാൻ സാധിക്കും. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ റൂം ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടിനുള്ളിലൂടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തമ്മിൽ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാം. ഇനി അതല്ല ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ മേളത്തെ നിലയിലേക്ക് വേറൊരു എൻട്രൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴും ഈ കാണുന്ന പോലെ ആദ്യത്തെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതുപോലെ കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ സ്പേസ് ഉണ്ട്. ഈ കോമൺ സ്പേസിലേക്ക് നമ്മുടെ സൈഡിലെ സ്റ്റെയർ വഴി എൻട്രി വരും കേട്ടോ. അതായത് ഈ ഒരു നില ഇഫ് ഇൻ കേസ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വേറൊരു പാർട്ടിക്ക് എങ്ങാനും വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയർ വഴി ഇങ്ങോട്ടേക്ക് കയറാൻ സാധിക്കും. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്പൺ ടെറസിൻ്റെ ഏരിയ ഇതുപോലൊരു കിച്ചണാക്കി മാറ്റിയെടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഒരാൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. നമുക്കിതാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ട് വരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി, പ്രൈം ലൊക്കേഷനാണ്. ഇവിടെ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ചെന്നെത്താവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. വീട് വന്നിട്ട് ഏകദേശം 20 വർഷത്തിനോളം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ചെറിയ രീതിയിലുള്ള റെനോവേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷന് സാധ്യതയുണ്ട്.